എപ്പോ അതെയോ? അങ്ങനെ ഒരു പരാതി നിലനിൽക്കുവോ? ശരി ശരി, ഞാൻ വക്കീലിനെ വിളിച്ചോളാം. എന്താ ശ്രീനിയേട്ടാ? അവളെ പുതിയ കേസ്. ആരുടെ? വേറെ ആരുടെ? വേദ തന്നെ. പുതിയ കേസോ? എന്റെ സ്ഥാനാർത്ഥിത്വം റദ്ദാക്കണമെന്ന് കോടതിയിൽ ഹർജി. അയ്യോ, ഇപ്പൊ ആരെയാ വിളിക്കാൻ പോകുന്നേ? അവളെ. വേദേ. എന്തിന്? അവൾ ഉദ്ദേശം എന്താണെന്നറിയാം. അത് വിളിക്കാതെ തന്നെ മനസ്സിലാക്കിക്കൂടെ? വേദയുടെ കേസിൽ നിന്ന് പിന്മാറണമെന്ന് നിങ്ങൾ എത്ര തവണ ആവശ്യപ്പെട്ടു? അവള് ചെയ്തോ? അവൾ ആര് പറഞ്ഞാലും അനുസരിക്കില്ലെന്ന് വിക്രമല്ലേ പറഞ്ഞത്? എന്നാ പിന്നെ ഫോൺ വിളിച്ച് നാണം കിടന്നോ? വിക്രത്തിനോട് ഭീഷണിയുടെ സ്വരത്തിൽ വരെ നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതാ. എന്നിട്ടും അവൾ ആ കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ അവളുടെ ഭാഗത്ത് നിൽക്കാൻ അത്രയ്ക്കും ആളുണ്ടെന്നല്ലേ അർത്ഥം? ആര് നിൽക്കാൻ? ഒരു പാർട്ടിയും അവളെ സപ്പോർട്ട് ചെയ്യില്ല. ആകെയുള്ളത് ആ ശ്രീധരൻ തേറാട്ടിൽ മാത്രമാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? ആരും സപ്പോർട്ട് ഇല്ലാത്ത ഒരാളെയാണോ നമ്മൾ ഇത്രയും പേടിക്കുന്നത്? അയാളുടെ കളികൾ മുഴുവൻ കോടതി മുഖേനയാണ്. മാർക്കറ്റിലെ കേസ് കോടതിയിൽ വീണ്ടും കുത്തിപ്പൊക്കാനാണ് അയാളുടെ ശ്രമം. അതിന്റെ പശ്ചാത്തലത്തിലാണ് സ്ഥാനാർത്ഥിത്വം റദ്ദ് ചെയ്യണമെന്ന് അയാൾ വേദമുഖേന അപേക്ഷ കൊടുത്തിട്ടുള്ളത്. അതിന് സാധിക്കില്ലെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കോടതി അത് നേരിട്ട് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ ഇലക്ഷന് മുമ്പ് ആ കേസ് ലൈവായി നിർത്താനുള്ള ശ്രമമാണ് അയാളത്. ഇപ്പോ നമുക്ക് കിട്ടുന്ന ഉറപ്പുള്ള വോട്ടുകൾ നമ്മൾ ഇന്ന് ചോർത്താനുള്ള മാർഗം. അപ്പോ പകരം നിങ്ങൾ അയാളുടെ വക്കീലായ വേദയെ വിളിച്ച് സംസാരിച്ചതുകൊണ്ട് എന്താ ഗുണം? വിളിക്കാ. ആ വിക്രത്തിനോട് ഇങ്ങോട്ട് വരാൻ പറ. അതെ, അവന്റെ വീട്ടിൽ നിന്ന് അയ്യപ്പം വിളക്ക്. അവനെ ഇപ്പൊ വിളിക്കണ്ട. മലയ്ക്ക് പോയി തിരിച്ചു വരട്ടെ, എന്നിട്ട് സംസാരിച്ചാ മതി. വിളിക്കാൻ പോയിക്കോ. ശരി. ആദ്യം ആ രാമകൃഷ്ണൻ വക്കീൽ നിന്ന് വിളിക്കും. അയാളാവുമ്പോ ഏത് തലതിരിഞ്ഞ വഴിയിലൂടെ പോയാലും കേസിൽ നിന്ന് ഒഴിപോരും. തെരഞ്ഞെടുപ്പിന് മുൻപ് വ്യക്തിഹത്യ നടത്തി വോട്ട് തിരിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണിതെന്ന് സ്ഥാപിച്ചെടുത്ത വാർത്തയുടെ സ്വഭാവം മാറ്റിക്കൂടെ? നമ്മൾ അതായിരിക്കും ശ്രമിക്കുകയെന്ന് മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും അവർ ആ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഏതായാലും വക്കീലിനെ വിളിക്കാം, ബാക്കി പിന്നീട് ആലോചിക്കാം. ഹലോ, നീ എന്താ പേടിച്ചതുപോലെ നോക്കുന്നത്? ഞാൻ അന്യനൊന്നും അല്ലല്ലോ, നിന്റെ സഹോദരനല്ലേ? ഓ ആണോ? അങ്ങനെ ഒരു രക്തബന്ധത്തിന്റെ മഹിമയൊക്കെ നമ്മൾ തമ്മിലുണ്ടോ? എത്രയില്ലെന്ന് പറഞ്ഞാൽ അത് ഉണ്ടാവാതിരിക്കില്ലല്ലോ. ഇല്ല, നമ്മൾ തമ്മിൽ അങ്ങനെ യാതൊരു റിലേഷനും ഇല്ല. ഉള്ളത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കരാർ മാത്രമാണ്. അതും ഉഭയസമ്മത പ്രകാരമല്ല. ഒരാളെ ഭയപ്പെടുത്തിയും ഇമോഷണലി സ്വാധീനിച്ചും അവരെ നേടിയെടുത്ത ഒരു കരാർ. സന്തോഷം. അവസാനം നീ എന്നെ പേടിച്ചൊന്ന് സമ്മതിച്ചല്ലോ, അത് മതി. വിക്രമോ മറ്റുള്ള ആരെങ്കിലും ഇവിടെ നിങ്ങൾ നിൽക്കുന്നത് കാണണ്ട. ഞാൻ ഇറങ്ങിപ്പോരുന്നതിന്റെ പിന്നിൽ നിങ്ങളുടെ സ്വാധീനം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ വിക്രം അതിന്റെ കാരണം അന്വേഷിക്കും. വിക്രമിന്റെ സ്വഭാവം അറിയാലോ. അയാളുടെ അച്ഛനോട് നിങ്ങളാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞാൽ ഒട്ടും പുറത്തുനിന്ന് വരില്ല. നീ ഇപ്പോ തിരിച്ച് എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ? ഞാൻ മുഖേന വിക്രത്തിന്റെ കുടുംബത്തിന് ഒരു പ്രശ്നം ഉണ്ടാവരുതെന്ന് കരുതിയിട്ടാ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ സമ്മതിച്ചത്. അത് നിങ്ങളായിട്ട് കുഴപ്പത്തിലാക്കണ്ട. ശരി, ഞാൻ പോയേക്കാം. നാളെ നീ എത്തുമല്ലോ, ബാക്കി നമുക്ക് അപ്പം സംസാരിക്കാം. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഒന്നുമില്ല. തമ്മിലുള്ള ഉടമ്പടി നിങ്ങൾ പാലിച്ചതനുസരിച്ച് ഞാനും പാലിക്കുന്നു. നീ വരാനിടയുണ്ടെന്നല്ലാതെ നാളെ നീ എത്തുന്ന കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. അത് അവർക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. എനിക്ക് വേണ്ടി ഇതുവരെ കരുതി വെച്ച സർപ്രൈസുകൾക്കെല്ലാം നന്ദി. കൂടുതൽ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പറഞ്ഞ പോലെ മോളെത്തിയോ? പോയി ഡ്രസ് മാറിയിട്ട് വാ, നമുക്ക് ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാം. അമ്മേ, വിളക്കിന് വന്നവർക്ക് ഏത്തപ്പഴം പുഴുങ്ങിയതും പപ്പടവും കൂടി കൊടുക്കാന്ന് വിചാരിച്ചു. അമ്മ ഇന്ന് വരൂ, ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ വരും. എന്താ മോളെ? അമ്മ ഇന്ന് വരൂ. ശ്രീജെ, ഇതൊന്ന് നോക്കിയേക്കണേ. എന്താ മോളെ? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്തു പറ്റി മോളെ? ഇനിയും പറയാതിരുന്ന ഞാൻ അമ്മയെ വഞ്ചിക്കുന്നത് പോലെയാവും. അതാ. എന്താ മോളെ? ഞാൻ നാളെ മുതൽ ഇവിടെ ഉണ്ടാവില്ല. എന്ന് വെച്ചാ? ഞാൻ പോവാണമ്മ. ഇവിടുത്തെ എന്റെ ജീവിതം അവസാനിച്ചു. നീ എന്തൊക്കെയാ പറയുന്നേ? അതും അവൻ മല ചവിട്ടാൻ പോകുന്ന ഈ സമയത്ത്? ഈ സമയത്ത് തന്നെ ഇത് അമ്മയോട് ഞാൻ പറഞ്ഞില്ലെങ്കിൽ വലിയൊരു പാപം ചെയ്യുന്നത് പോലെ ആയിപ്പോ. മലയ്ക്ക് പോയി തിരിച്ചെത്തുമ്പോ ഞാൻ പുതിയൊരു പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കും. ഇത് ഞാൻ തീരുമാനിച്ചിട്ട് ദിവസങ്ങളായി. പക്ഷെ അമ്മ ഇങ്ങനെ ഒരു വഴിപാട് നടത്തുന്നതിനിടയിൽ ഞാൻ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലെന്ന് തോന്നി. ഈ വിഷയം ഇപ്പൊ ഇവിടെ ആരും അറിയരുത്. എല്ലാം സാധാരണ പോലെ നടക്കട്ടെ. നീ ഈ വീട്ടിൽ വന്നിട്ടിപ്പോ 1 കൊല്ലം കഴിഞ്ഞു. നീ വന്നതിന് ശേഷം ഒരുപാട് തവണ വിക്രം ശ്രീനിവാസിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും പെട്ടിട്ടുണ്ട്. അതിന്നൊക്കെ നീ ആ വിക്രമിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസന്റെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ പോകുന്നെന്ന് പറഞ്ഞ് നീ ഇത് ചെയ്യില്ലെന്ന് എനിക്കറിയാം. മറ്റെന്തോ നിന്റെ ഉള്ളിലുണ്ട്, ഞങ്ങളോട് പറയാത്ത മറ്റെന്തോ കാരണം. ഈ 1 വർഷം തമ്മിൽ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ നീ എന്നോട് നുണ പറയരുത്. അല്ലെങ്കിൽ ഒരു പക്ഷെ നീ സ്നേഹിച്ചത് ഒരു നുണയായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയാലോ മോളെ? അങ്ങനെയൊന്നും പറയില്ല അമ്മ. അമ്മേന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയായിട്ട് കരുതിയിട്ട് തന്നെയാ. എങ്കിൽ സത്യം പറ, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ എന്താ കാരണം? അമ്മ ഇനി എന്നോടൊന്നും ചോദിക്കരുത്. ഒരുപാട് തവണ പരാജയപ്പെട്ടതാ ഞാൻ. ഇനി എനിക്ക് വയ്യ. അത്ര എനിക്ക് പറയാൻ പറ്റും. മോളെ, എന്താ അമ്മേ? വിക്രം, ഒന്നിങ്ങി വന്നേ. എന്താ അമ്മയും മോനും കൂടി? എന്നോട് സത്യം പറയണം. എന്താ കാര്യം? വേദിയുമായി മോൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇത് ഞാൻ കുറച്ചു ദിവസമായിട്ട് എന്നോട് ചോദിക്കുന്ന ചോദ്യം. ആ ശ്രീനിവാസന്റെ തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്ത് തലയിൽ വെച്ചോണ്ടല്ലേ ഇപ്പൊ ഇതുണ്ടായി? അത് അവസാനിപ്പിക്കാൻ നിനക്ക് വയ്യല്ലേ? അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ അതാണ് യഥാർത്ഥ കാരണമെന്ന്? അതാണ് വേദ പറയുന്നത്. അവളുടെ ഉള്ളിൽ വേറെന്തോ ഇഷ്യൂ ഉണ്ടെന്നേ. അവളത് പറയാത്തത് എന്ന് വെച്ചാ? ശ്രീനിവാസൻ സാറിന്റെ പേര് അവളൊരു മറയായിട്ട് ഉപയോഗിക്കുക. ഞാനൊന്ന് മലക്കി വിട്ട് തിരിച്ചു വരട്ടെ. ഇതിനൊരു പരിഹാരം അപ്പക്കാം. പക്ഷേ അപ്പോഴേക്കും ഈ വിഷയം ഇപ്പൊ ഇവിടെ ആരും അറിയരുത്. എല്ലാം സാധാരണ പോലെ. എന്താ അമ്മേ പറയാൻ വന്നത്? ഒന്നുമില്ല. മോൻ പറഞ്ഞതാ ശരി. ആദ്യം നീ സമാധാനത്തോടെ മലയ്ക്ക് പോയിട്ട് വാ. ബാക്കിയെല്ലാം എന്നിട്ട് ആലോചിക്കാം. അയ്യപ്പസ്വാമി ഒരു വഴി കാണിക്കാതിരിക്കില്ല. ഫാക്ടറി അടച്ചോ ശ്രീജേച്ചി? എന്തിനാ നന്ദിനി കളിയാക്കുന്നത്? ഇതൊരു ചെറിയ യൂണിറ്റാ. അതിനെ പേരൊക്കെട്ട് പരിഹസിക്കണോ?
അയ്യോ ശ്രീചേച്ചി തെറ്റിദ്ധരിക്കില്ലേ, ഞാൻ കളിയാക്കാൻ പറഞ്ഞതല്ല. ചെറിയ രീതിയിലുള്ളതാണെങ്കിലും സ്വന്തമായിട്ട് നടത്തുന്ന ഒരു സ്ഥാപനമല്ലേ, അപ്പൊ ഇതൊരു ചെറിയ ഫാക്ടറി തന്നെയാണല്ലോ. വേദിക്ക് അങ്ങനെ തോന്നിയതുകൊണ്ട് ഇത് നടന്നു. അതുകൊണ്ടെന്താ, ഒരു സംരംഭമൊക്കെ ആയില്ലേ. ഞാൻ ഒരു കാര്യം പറയാനാ വന്നത്. ഈ വീട്ടിലെല്ലാവരെയും വേദ അവളാൽ കഴിയും പോലെ സഹായിച്ചിട്ടുണ്ട്. ശ്രീചേച്ചിക്ക് ഇങ്ങനെ ഒരു സ്ഥാപനം ശരിയാക്കി തന്നു. പണ്ടൊരിക്കല് വിശ്വന് ജോലി വാങ്ങിക്കൊടുത്ത്. എന്തിന്? അന്ന് ആ കുറുക്കമ്പനിയിലെ പണം നഷ്ടപ്പെടുന്നുള്ളൊരു ഘട്ടം വന്നപ്പോ ഞങ്ങൾക്കത് കളയാതെ നേടി തന്നതും വേദയാ. ഞാനതൊന്നും മറന്നിട്ടില്ല. എന്നിട്ട് നീ ഇത്രയും നാൾ വേദിക്കിട്ട് പാര പെടുന്നോണ്ടിരുന്നെ അല്ലേ നന്ദിനി? ഞാൻ അങ്ങനെ മനഃപൂർവ്വം പാര പണിഞ്ഞിട്ടൊന്നും ഇല്ല ശ്രീചേച്ചി. പിന്നെ മനസ്സിൽ തോന്നുന്നത് അപ്പൊ ഞാനങ്ങ് പറയും, അത്രേ ഉള്ളൂ. പിന്നെ എല്ലാരും പറയുന്ന പോലെ ചെറിയൊരു കുശുമ്പ് അങ്ങനെ എന്റെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. അല്ലാതെ നിങ്ങൾ കരുതുന്ന പോലൊന്നും ഇല്ല. നേടെ ആ തോന്നിയ കുശുമ്പൊക്കെ ഇത്തവണ ചിതറായി പോയപ്പോ ഞാൻ ആ മലയുടെ മുകളിൽ കളഞ്ഞിട്ടാ വന്നത്. ഞാനിപ്പോ വന്നത് എന്തിനാന്ന് ചോദിക്കേ. ഞാൻ ചോദിച്ചില്ലേലും നീ ഇപ്പൊ പറയുമല്ലോ, പറഞ്ഞോ. ഇത്രയും കാലം വേദ നമ്മളെ സഹായിച്ചു, സ്നേഹിച്ചു. ഇപ്പോ അവൾക്ക് നമ്മുടെ സ്നേഹവും സഹായവും ഒക്കെ വേണ്ട സമയമാ. പാവം 1-2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എപ്പോഴും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. ചിലപ്പോഴൊക്കെ പാവം കരയുന്നുമുണ്ട്. ഇത് ശ്രീചേച്ചി, അതിന്റെ കാരണം എന്താന്ന് കണ്ടുപിടിക്കണം. അതിനെ ശ്രീചേച്ചി എന്നെ സഹായിക്കണം. എന്തിനു സഹായിക്കണം? അതിന്റെ കാരണം കണ്ടെത്തിയാ നമുക്കത് പരിഹരിക്കാലോ, അങ്ങനെ തിരിച്ചു സഹായിക്കാലോ. ഒരു ചാൻസ് വരുമ്പോഴല്ലേ നമുക്കിതൊക്കെ പറ്റൂ. അതെ അതെ, അപ്പോഴേ പറ്റൂ. അതാണ്. അപ്പൊ ശ്രീചേച്ചി പോയി അതിന് കാരണം ചോദിക്കേ. ഞാൻ ചോദിച്ച അവള് പറയത്തില്ല. അവൾ പോലും അറിയാതെ അവളുടെ പ്രശ്നം നമുക്ക് ശരിയാക്കി കൊടുക്കാം. എന്താ? നീ ഓന്നും തമ്മിൽ ഒരു വ്യത്യാസമില്ല നന്ദിനി. ഓന്നോ? ഞാനോ? മെനിഞ്ഞാന്നാണ് നീ അവൾ ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങൾ മുഴുവൻ അവളുടെ ചില താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് കുറ്റം പറഞ്ഞത്. ഇന്നിപ്പോ അത് മുഴുവൻ അവളുടെ നന്മയായി. തിരിച്ചവളെ സഹായിക്കാൻ മുട്ടിട്ട് നിനക്ക് ഇരിക്കപ്പെടുന്നില്ലല്ലേ നന്ദിനി? ഞാൻ കാര്യമായിട്ടാ ശ്രീചേച്ചി. നിനക്കിപ്പോ അവളുടെ ഉള്ളിൽ ആരോടും പറയാത്ത വല്ല രഹസ്യം ഉണ്ടെങ്കിൽ അതറിയണം. അതല്ലേ കാര്യം. അങ്ങനെയൊക്കെ ചോദിച്ചാ ഒരു ജിജ്ഞാസ. എന്നാ ആ ജിജ്ഞാസ ഉള്ളിൽ തന്നെ വെച്ചോ. എനിക്കിപ്പോ അത് അറിയാൻ വേണ്ട. ഞാനൊന്നും ചോദിക്കാനും പോണില്ല. ഉറപ്പാണോ? അതെ. പൊയ്ക്കോ. മനുഷ്യരെ ദുഃഖിക്കുന്നതിന്റെ കാരണം അറിയണമെങ്കിലേ ഇത്തിരി മനുഷ്യത്വം വേണം. നിനക്കറിയാവുന്ന മനുഷ്യത്വം എനിക്കില്ല. അത് പാടി. എന്നാലും എന്തിനാണോ അവളിങ്ങനെ കരഞ്ഞു വിഷമിച്ച് നടക്കുന്നത്? വേദേ, ദൃശ്യായ ഞങ്ങളിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ വേദ അത് പരിഹരിക്കാൻ മുന്നിലുണ്ടാവും. വേദിക്കൊരു പ്രശ്നം വന്നപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? വിക്രമിനോടുള്ള ദേഷ്യമല്ല, വിഷമോ വേദ ഇങ്ങനെ പെരുമാറാൻ കാരണമെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, വിക്രം മലയ്ക്ക് പോയി വന്നാല് വേദയുടെ ഉള്ളിലുള്ള പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാവും. ആ ശ്രീനിവാസനുമായിട്ടുള്ള അവന്റെ ബന്ധമല്ലേ വേദയുടെ പ്രശ്നം. നമുക്ക് എല്ലാവർക്കും കൂടി പോയി ആ ശ്രീനിവാസനെ കാണാം. വിക്രത്തിനെ വിട്ടു തരണമെന്ന് അപേക്ഷിക്കാം. വേദയില്ലാതെ വിക്രം ഇനി പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ദേ, പുറത്ത് അമ്പലത്തിലെ വിളക്ക് വെക്കാറായി. വേദ വേഗം വാ. അവൻ പോകാൻ നേരത്ത് ഇങ്ങനെ വിഷമം കാണിച്ച് അകന്നിരിക്കണ്ട. ഏയ്, എന്താ മോളെ ഇത്? ഇങ്ങനെ സങ്കടപ്പെടണ്ടേ? നമുക്ക് ശരിയാക്കല്ല. കരയാതെ വേദ. അയ്യോ, എന്തായി കാണണേ? എന്തിനാ മോള് കരയുന്നേ? അവൻ മല ചവിട്ടാൻ പോകുന്നത് എന്റെ സങ്കടത്തിലാണോ? എന്റെയൊക്കെ കുട്ടിക്കാലത്തെ ഇമാതിരിയുള്ള കരച്ചില് ധാരാളം കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛനൊക്കെ പോകുന്ന കാലത്ത് അമ്മ ഇതുപോലെ കരയാറുണ്ട്. അതിന് പക്ഷേ കാരണമുണ്ട്. അന്നൊന്നും ഇന്നത്തെ സൗകര്യങ്ങളില്ല. നടന്നാണ് പോക്ക്. അതും കൊടും കാട്ടിലൂടെ മഞ്ഞും വെയിലും കൊണ്ട് കാട് കയറി തൊഴുത് സുരക്ഷിതമായി തിരിച്ചു വരണം. അതുകൊണ്ട് പോകുമ്പോ ഉള്ളൊന്ന് കാളും, കരച്ചില് വരും. ഇന്നതൊക്കെ മാറിയില്ലേ? പമ്പ വരെ വണ്ടി ചെല്ലും. കാശ് കൊടുത്ത തലയിലെത്തിയ ആളുകള് മുകളിലെത്തിക്കും. കോൺക്രീറ്റ് ചെയ്ത് പടിക്കെട്ട് മുകളിൽ ഷീറ്റിട്ട് നല്ല റോഡായി. സുഖമായിട്ട് പോയി തൊഴുതു വരാം. ഊറ്ററ അമ്പലത്തിൽ പോയി വരണം, അത്ര എളുപ്പം. അപ്പൊ എന്തിനാ മോള് കരയുന്നത്? ചെന്ന് മേല് കഴിയുക. സന്തോഷത്തോടെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് അവനെ പറഞ്ഞേക്ക്. പോയി തൊഴുതു വരുന്നതോടെ അവന്റെ എല്ലാ ദോഷങ്ങളും മാറട്ടെ എന്ന് അയ്യപ്പസ്വാമിയോട് അപേക്ഷിക്കും. ഞാൻ മേലെ എഴുതിയിട്ട് വരാം ശ്രീചേർത്ത്. വിക്രം സ്വാമി ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. കൂടെ പോകുന്നവരും ഇങ്ങോട്ട് നീങ്ങി നിന്നോളൂ. എല്ലാവരും വന്നല്ലോ. വേദ എവിടെ? വേദ